നീ എന്താ തിരിഞ്ഞിക്കണം? നീ നാണക്കാരിയാണോ? ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ പേപ്പറിൻ്റെ മോളായ വർണ്ണേനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. അവളുടെ 7th month സെറിമണി ആണെന്ന്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് കുറച്ച് ബലൂൺസൊക്കെ തന്നിട്ട് ഒരു പ്ലേസ് നമ്മുടെ അടുത്ത് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. കേക്ക് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് എസ്തറ്റിക് ബാക്ക്ഗ്രൗണ്ട് വേണ്ടേ. അപ്പോൾ എന്നെ ലിമിറ്റേഷനെയാണ് ആ ടാസ്ക് ഏൽപ്പിച്ചത്. നമുക്ക് കുറച്ച് പിങ്ക് ആൻഡ് ബ്ലൂ ബലൂൺസ് തന്നിട്ട് അത് സെറ്റ് ചെയ്യാനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല ഇതെങ്ങനെ സെറ്റപ്പ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ നമ്മുടെ ഒരു ഐഡിയ ഒക്കെ വെച്ചിട്ട്, ചെറിയൊരു ഐഡിയ ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്തു. ആദ്യം നമ്മൾ പയ്യെ നമ്മുടെ ടോയിനൊക്കെ വെച്ചിട്ടാണ് അറേഞ്ച് ചെയ്തത് കേട്ടോ. പക്ഷേ പോകെ സമയം ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നതുകൊണ്ട് കണ്ടപ്പോൾ നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് വിടുവാനായിട്ട്. എന്തായാലും ഒട്ടിച്ചൊക്കെ വന്നപ്പോൾ ചെറിയൊരു എസ്തറ്റിക് ലുക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒട്ടിക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ അവർ പ്രയർ ചൊല്ലാനായിട്ട് വിളിച്ചു കേട്ടോ. അപ്പോൾ പ്രസവത്തിന് കൂട്ടിക്കൊണ്ട് പോകുന്നതിന് മുൻപ് തന്നെ കുറച്ച് പ്രയേഴ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെല്ലാൻ വേണ്ടിയിട്ടായിട്ട് നമ്മൾ ചെന്നു കേട്ടോ. അപ്പോൾ പ്രയേഴ്സൊക്കെ കഴിഞ്ഞ് വർണ്ണ എല്ലാവർക്കും സ്തുതിയൊക്കെ കൊടുത്തു. ഇരിക്കുന്നതാണ് കേട്ടോ വർണ്ണ. അപ്പോൾ പ്രാർത്ഥന പരിപാടികളെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ നമ്മൾ നമ്മുടെ ഒഫീഷ്യൽ പരിപാടിയായ കേക്ക് കട്ടിങ്ങിലേക്ക് കടന്നു കേട്ടോ. സോ ഇതാണ് നമ്മൾ അറേഞ്ച് ചെയ്ത നമ്മുടെ ടേബിൾ. കുറച്ച് എസ്തറ്റിക് അല്ലേ? സോ ടേബിളിൽ നമ്മൾ നമ്മുടെ കേക്ക് വെച്ചു, അതുപോലെ തന്നെ 2 ക്യാൻഡിൽസ് വെച്ചു. ഇതാണ് പറഞ്ഞയുടെ പാരൻസ് കേട്ടോ. സോ നമ്മൾ കുറച്ച് ബലൂൺസ് ഇങ്ങനെ ടേബിളിൽ തന്നെ ഇട്ട്, നമുക്ക് ലാസ്റ്റൊക്കെ ഇപ്പോൾ ഒട്ടും സമയം കിട്ടില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വെക്കുകയായിരുന്നു കേട്ടോ. സോ ഇതാണ് വർണ്ണയും വിപിനും. സോ ഇവരാണ് പാരൻസ് ടു ബി ആവാൻ പോകുന്ന ആൾക്കാർ കേട്ടോ. ആൻഡ് ഇതാണ് അവരുടെ ഫാമിലി. സോ എല്ലാവരും ഒരുമിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം കേക്ക് കട്ടിങ് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് കേക്ക് അവർ പരസ്പരം എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. വർണ്ണയും വിപിനും അവരുടെ ഫാമിലി എല്ലാവരും കേക്ക് ഷെയർ ചെയ്തു. സോ ഇതായിരുന്നു നമ്മുടെ കേക്ക് കാണാൻ ഡബിൾ ടയർ കേക്കായിരുന്നു കേട്ടോ. കേക്ക് കാണാൻ നല്ല ലുക്കായിരുന്നു, ഒരു മമ്മാബിയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട്. അതിനുശേഷം നമ്മൾ ഒരു കാര്യം പറയാൻ, ലൈക്ക് 7th month സെറിമണിക്ക് വരുമ്പോൾ 7 കൂട്ടം പലഹാരമായിട്ട് വരുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ. സോ 7 കൂട്ടം പലഹാരങ്ങളാണ് വർണ്ണയുടെ വീട്ടിൽ നിന്ന് വന്ന 7 കൂട്ടം പലഹാരങ്ങളാണത്. ഒരു വാഴക്കൊല ഉണ്ടായിരുന്നു. സോ ഇതൊക്കെയാണ് നമ്മുടെ വർണ്ണമ്മയുടെ വീട്ടിൽ നിന്ന് വന്ന പലഹാരപ്പെട്ടികൾ. അപ്പോൾ ഇതിന് ശേഷം നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാനായിട്ട്, അതിനുവേണ്ടി സെർവ് ചെയ്യാനായിട്ടുള്ള പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അമ്മയും ലിമ ചേച്ചിയും മേമയും എല്ലാവരും കൂടി ചേർന്നിട്ട് ഫുഡൊക്കെ പ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് അവരുടെ ഫാമിലിക്കൊക്കെ ഫുഡ് സെർവ് ചെയ്യണമല്ലോ. സോ ഇതൊക്കെയാണ് നമ്മുടെ ഫുഡ് ഉണ്ടായിരുന്നത്. നല്ല ഗ്രാൻഡ് ഫുഡായിരുന്നു എന്തായാലും. സോ അവരുടെ ഫാമിലി എല്ലാവരും ഫസ്റ്റ് കഴിച്ചു. വർണ്ണയും ബിബിനും അവരുടെ കൂട്ടത്തിൽ നമ്മളോട് രേഷ്മയോട്ടിരുന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ അവരെല്ലാവരും ഫുഡ് കഴിച്ചു. ഇൻ ബിറ്റ്വീൻ നമ്മൾ പുറത്ത് പോയി പേപ്പൻ്റെ ഉള്ളിൽ കുറേ റംബൂട്ടാൻ മരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാ റംബൂട്ടാൻ മരത്തിൽ നിന്നും കുറച്ച് റംബൂട്ടാൻസൊക്കെ പറിച്ചെടുത്തു കേട്ടോ. പേപ്പൻ്റെ ഉള്ളിൽ എനിക്കൊരു 4-5 മരം എന്തോ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. റെഡ് റംബൂട്ടാനുണ്ട്, എല്ലാ റംബൂട്ടാൻസ് ഉണ്ട്. അപ്പോൾ റംബൂട്ടാനൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു. ഫുഡ് കഴിച്ചിട്ട് ലാസ്റ്റ് ഒരു പ്രയറും കൂടി വർണ്ണ ഒരു പ്രയറും കൂടി കഴിഞ്ഞ് എല്ലാവർക്കും സ്തുതി കൊടുത്തിട്ട് നമ്മുടെ വർണ്ണ വീട്ടിലേക്ക് പോയിട്ടോ. സോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വർണ്ണയുടെ 7th month സെറിമണി. എല്ലാവർക്കും സ്തുതിയൊക്കെ കൊടുത്തിട്ട് വർണ്ണയ്ക്ക് നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞു, വർണ്ണയെ വീട്ടിൽ പറഞ്ഞു വിട്ടു. വർണ്ണ വീട്ടിൽ പോയതിന് ശേഷം നമ്മൾ നമ്മുടെ പലഹാരങ്ങളെക്കുറിച്ച് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ പലഹാരങ്ങളൊക്കെ നമ്മുടെ ബീച്ചാറിൻ്റെ ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വാഴക്കൊലയൊക്കെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട്. സോ ആ പരിപാടികളെല്ലാം കഴിഞ്ഞു, എല്ലാവർക്കും ഡിസ്ട്രിബ്യൂഷനൊക്കെ കഴിഞ്ഞു. വർണ്ണയ്ക്ക് ബൈ ബൈ പറഞ്ഞു, പലഹാരങ്ങൾക്കും ബൈ ബൈ പറഞ്ഞു. ആൻഡ് ദെൻ ലാസ്റ്റ് ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയ നമ്മുടെ പലഹാരങ്ങൾ. വർണ്ണ കൊണ്ടുവന്ന പലഹാരങ്ങളാണ് ഇതെല്ലാം. സോ ഇതായിരുന്നു നമ്മുടെ വർണ്ണ 7th month സെറിമണി വ്ളോഗ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ബൈ.